കുറച്ച് ദിവസം മുമ്പ് മന്ത്രി സജി ചെറിയാൻ്റെ ഒരു പരാമർശമുണ്ടായിരുന്നു ലീഗിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട്. വളരെ വർഗീയത നിറക്കുന്നൊരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അത് വലിയ ചർച്ചകൾക്കൊക്കെയാണ് വഴിവെച്ചത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഒരു ന്യായീകരണവുമായി ഒക്കെ മന്ത്രി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും കയ്യിൽ നിന്ന് പോകുന്ന കാഴ്ചകളാണ് കണ്ടത്. ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ CPM നേതാക്കളുടെ പ്രതികരണം നോക്കുകയാണെങ്കിൽ പാർട്ടി സെക്രട്ടറി വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറുകയാണ്. ഇന്നലെയും ഇന്നുമൊക്കെ ഗോവിന്ദമാഷിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല. ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്തുണയുമായി രംഗത്ത് വരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ വിഷയത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. നിഷാദ്, എന്താണ് ശിവൻകുട്ടിയുടെ ഈ പ്രതികരണം അല്ലെങ്കിൽ ഈ ഒരു പിന്തുണ, അത് നല്ലതിനാണോ? ഞാൻ ശിവൻകുട്ടിയുടെ പ്രതികരണം കണ്ട് ശിവൻകുട്ടി അങ്ങനെ സജി ചെറിയാൻ പറഞ്ഞ വഷളത്തരത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നല്ല കേട്ടോ എനിക്ക് തോന്നിയത്. സജി ചെറിയാൻ അദ്ദേഹത്തിൻ്റെ ഒരു സഹമന്ത്രിയാണ്, കൂടെ ക്യാബിനറ്റിലുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു വിവാദത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. ആ കുടുങ്ങിയിരിക്കുന്ന സജിയെ രക്ഷിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സജി പറഞ്ഞതൊക്കെ നിങ്ങൾ തെറ്റായി മനസ്സിലാക്കിയതാവും, സജി അങ്ങനെ വർഗീയത പറഞ്ഞതല്ല എന്നാണ് അദ്ദേഹം പറയുന്ന കാര്യം. എന്നു മാത്രവുമല്ല, സജി അടക്കമുള്ള CPIM-ൻ്റെ സഖാക്കൾ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി എക്കാലവും നിലനിന്നിട്ടുള്ളവരാണ്. പ്ലീസ്, നിങ്ങൾ അത് വിശ്വസിക്കണമെന്നാണ് ശിവൻകുട്ടി സാവോ പറയാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം അല്ലാതെ ഈ സജി പറഞ്ഞതുപോലെ മലപ്പുറത്തും കാസർഗോഡും ഒക്കെ ഉള്ള ആൾക്കാരുടെ എണ്ണം എടുത്തിട്ട് അത് എത്ര മുസ്ലിങ്ങളുണ്ട്, അത് വർഗീയതയുടെ ഒരു തെളിവല്ലേ എന്നൊന്നും പറയാൻ ശിവൻകുട്ടി മെനക്കെട്ടില്ല. ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ തെറ്റായിട്ട് മനസ്സിലാക്കിയതായിരിക്കും എന്നുള്ള ആ നിലയ്ക്കുള്ള പിന്തുണ കേട്ടോ. പൂർണ്ണമായും അദ്ദേഹം പറഞ്ഞ വർഗീയ സ്റ്റേറ്റ്മെന്റിനെ ഈ AK ബാലനൊക്കെ പിന്തുണയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയൊക്കെ പിന്തുണയ്ക്കുന്ന പോലെ പിന്തുണയ്ക്കല്ല ശിവൻകുട്ടി ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കോമ്രേഡ്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദ ഉണ്ടല്ലോ, പിന്തുണയ്ക്കൽ, അതാ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും CPM ഇദ്ദേഹത്തെ ഈ വാചകത്തിന് പിന്തുണയ്ക്കുകയാണെന്ന് ചോദിച്ചാൽ ഐ ആം നോട്ട് ഷുവർ. ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് മറുപടി പറയാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹത്തിനും ഇദ്ദേഹത്തെ തള്ളിപ്പറയാനുള്ള മടിയുണ്ട്. പക്ഷേ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, വർഗീയത ആര് പറഞ്ഞാലും ഞങ്ങൾ അതിനോട് യോജിക്കുന്നവരല്ല എന്ന് പറയുക വഴി പൂർണ്ണമായിട്ടും ഈ വാചകത്തെ പിന്തുണയ്ക്കാൻ കഴിയുന്നില്ല. ഈ വാചകത്തെ പിന്തുണയ്ക്കാത്തത് CPIM അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു ഡിവൈഡ് പരിപാടി അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം ഈ വാചകം അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മലപ്പുറത്തും കാസർഗോഡും വർഗീയതയുടെ പേരിൽ ആളുകൾ ജയിക്കുന്നു എന്നുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത ഒന്നാണെന്നുള്ള പ്രശ്നം അതിനകത്തുണ്ട്. ഏതൊരു കാര്യവും പറഞ്ഞു നിൽക്കാൻ പറ്റണമല്ലോ, അല്ലാതെ ഇപ്പോൾ K. സുരേന്ദ്രൻ പറഞ്ഞ പോലെ വായുവിൽ അടിച്ചിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. CPM അല്ലേ, ആളുകൾ വീണ്ടും വീണ്ടും ചോദിക്കും, അതിൻ്റെ ക്രെഡിബിലിറ്റി ചോദിക്കും, അതിൻ്റെ ലോജിക്കൽ ഗ്രൗണ്ട് ആൾക്കാർ ചോദിക്കും, അത് പറയാൻ പറ്റണമല്ലോ. അല്ലാതെ ഇപ്പോൾ BJPയുടെ നേതാക്കളും രാജീവ് ചന്ദ്രശേഖരും K. സുരേന്ദ്രനൊക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകാൻ അവർക്കൊരു പ്രിവിലേജ് ഉണ്ട്. അതുപോലെ അല്ല, അത്ര എത്തിയിട്ടില്ല CPM. അപ്പോൾ കാസർഗോഡ് ജയിക്കുന്ന ആളുകൾ, മലപ്പുറത്ത് ജയിക്കുന്ന ആളുകൾ, ഇന്നിപ്പോൾ മലപ്പുറത്ത് ജയിക്കുന്ന ആളുകളുടെ ജാതി പേരെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വർഗീയതയുടെ ഒരു പ്രതിഫലനം എന്തുമാത്രം ഉണ്ട് എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. ഇന്നിപ്പോൾ മലപ്പുറത്തെ DCC പ്രസിഡന്റ് VS ജോയ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്ന് മത്സരിച്ചിട്ടുള്ള UDF-നകത്ത് 400-ലധികം പേർ നോൺ മുസ്ലിംസാണ് മലപ്പുറത്ത് ജയിച്ചിട്ടുള്ളത്. 400-ലധികം പേർ നോൺ മുസ്ലിംസാണ് മലപ്പുറത്ത് ജയിച്ചിട്ടുള്ളതെന്ന് VS ജോയ് പറയാണ്. എന്ന് മാത്രവുമല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മുസ്ലിം സാമുദായിക പാർട്ടി എന്ന് വിളിക്കപ്പെടുന്ന ആ പാർട്ടി തന്നെയും 100-ലധികം ആൾക്കാരെ അവിടെ നോൺ മുസ്ലിംസിനെ മത്സരിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം ജോയ് എടുത്തു പറയുന്നുണ്ട്. അതായത് 472 പേരാണ് അമുസ്ലിം സഹോദരങ്ങൾ അവിടെ നിന്ന് ജയിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എന്നിട്ട് ജോയ് പറയാണ്, എൻ്റെ നാടായ പോത്തുകല്ല് പഞ്ചായത്തിലെ വെള്ളിമുറ്റം വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത് കോൺഗ്രസ്സുകാരിയും ക്രൈസ്തവ സഹോദരിയുമായ റീന ജീജോ ആണ് എന്ന് പറയുന്നു അവർ. പിന്നെ മുസ്ലിം ലീഗ് മലപ്പുറത്ത് എടുത്തിട്ടുള്ള ഈ ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, P. സ്മിജി, അവരുടെ അടക്കം പേരും വിശദാംശവും അദ്ദേഹം പങ്കുവെക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ വെറുതെ കണക്കും വസ്തുതയും എടുത്ത് നോക്കിയാൽ പോലും പ്രത്യേകമായി ഏതെങ്കിലും സമുദായത്തിലെ ആളുകൾ മാത്രമായി മലപ്പുറം ജില്ലയിൽ ആകമാനം വിജയിച്ചു എന്നല്ല, UDF അവിടെ വിജയിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള വികാരം പ്രവർത്തിക്കുന്നു. അതിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളായി ജയിച്ച എല്ലാവരും മുസ്ലിം പേരുള്ളവരല്ല എന്ന കാര്യം ആലോചിക്കണം. മുസ്ലിം ലീഗ് അതിൻ്റെ അവസാനം പദവി കൊടുത്ത് ഉയർത്തിയവരും എല്ലാം മുസ്ലിം പേരുള്ളവരല്ല എന്ന കാര്യവും കാണേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം കാസർഗോട്ടെ കാര്യമാണ്. കാസർഗോട്ടെ കാര്യത്തിൽ പലതരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. കാസർഗോഡ് നോക്കൂ, വർഗീയത പറഞ്ഞ ആളുകളും BJP മുസ്ലിം ലീഗും മാത്രമേ വിജയിക്കുന്നുള്ളൂ എന്ന്. അതിൻ്റെ ഉത്തരം ഞാൻ ഇന്നലെയും പറഞ്ഞു. കാസർഗോഡ് മുസ്ലിം ലീഗിൻ്റെ സ്ട്രോങ് ഹോൾഡ് ഏരിയാസ് ഉണ്ട്, അവിടെ വർഷങ്ങളായിട്ട് അവരാണ് ജയിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും വർഗീയത പറഞ്ഞതോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെയോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെയോ എന്തെങ്കിലുമായ പ്രത്യേകമായ ഒരു സമീപന മാറ്റത്തിൻ്റെ ഭാഗമായി അന്തരീക്ഷം മാറിയതിൻ്റെ ഭാഗമായിട്ട് കാസർഗോഡ് മുസ്ലിം ലീഗ് ജയിച്ചാണോ? അല്ല. കാസർഗോഡ് മുസ്ലിം ലീഗ് ജയിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് ജയിക്കുന്നു, CPM ജയിക്കുന്നിടത്ത് CPM ജയിക്കുന്നു, BJP ജയിക്കുന്നിടത്ത് BJP ജയിക്കുന്നു. രാഷ്ട്രീയമായ സ്ട്രോങ് ഹോൾഡാണത്. അപ്പോൾ അതിനെ നോക്കൂ, മുസ്ലിം ലീഗ് ജയിക്കുന്നത് വർഗീയത കൊണ്ട് ജയിക്കുകയാണ് എവിടെയാണ് എനിക്കറിയില്ല. അത് അങ്ങനെ വിശദീകരിക്കുന്ന വ്യക്തി എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ പക്ഷേ ഈ ക്യാപ്സ്യൂൾ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ക്യാപ്സ്യൂൾ പറയുന്ന മന്ത്രിയും
ഈ ക്യാപ്സ്യൂളിനെ പിന്തുണച്ചുകൊണ്ട് സിദ്ധാന്തം അവതരിപ്പിക്കുന്നതിനും കാസർഗോഡിൻ്റെ കഥ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ മന്ത്രി കാസർഗോഡ് മലപ്പുറമാണ് പറഞ്ഞത്. മലപ്പുറം വിശദീകരിക്കാൻ പറ്റില്ല. ഇന്ന് കെ ടി കുഞ്ഞിക്കണ്ണൻ CPIM-ന്റെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം പറഞ്ഞു മലപ്പുറത്തിൻ്റെ മണ്ണ് എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷതയുടെ മണ്ണാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തോതിലുള്ള മതനിരപേക്ഷ ആശയങ്ങളും അതിൻ്റെ ചിഹ്നങ്ങളും പ്രകടിപ്പിച്ചിട്ടുള്ള സ്ഥലമാണ്. അവിടെ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിലോ ഈ പറയുന്ന തരത്തിലുള്ള വർഗീയത അവിടെ ഇല്ല. എന്ന് വെച്ചാൽ അവിടെ ഒരു നിലയ്ക്കും നിങ്ങൾക്ക് പോയിട്ട് വർഗീയത പ്രവർത്തിക്കുന്നത് സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു മണ്ണാണ് മലപ്പുറം. അതിന് ചരിത്രവും വർത്തമാനവും എല്ലാം അതാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാസർഗോഡ് പോയിട്ട് കാസർഗോഡ് ജയിക്കുന്ന സ്ഥലത്തെ മുസ്ലിം ലീഗുകാരുടെ കണക്കെടുത്തിട്ട് അവിടെ ഇവർ ജയിച്ചു, അപ്പുറത്ത് BJP ജയിച്ചു, അതുകൊണ്ട് മറ്റാർക്കും ആക്സസ് ഇല്ല എന്നാണ്. അപ്പോൾ ഈ പറയുന്നത് നല്ല നിരക്കുള്ള ഒരു യുക്തി പ്രശ്നവും വസ്തുതാ പ്രശ്നവും ഉണ്ട്. വളച്ചൊടിച്ച് ഒരു പോർഷൻ മാത്രം വിശദീകരിച്ച് മൊത്തം കൂടെ ഏരിയ കലക്കാൻ നോക്കുകയാണ്. ആ എന്താ പറയുന്നത് ലോജിക്കൽ ഇഷ്യൂ അവിടെ നിൽക്കുകയാണ്. അത് വിശദീകരിക്കാൻ CPM-നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് ഗോവിന്ദ മാഷ് മിണ്ടാതിരിക്കുന്നത്. അത് വിശദീകരിക്കാൻ CPM-നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് വളച്ചൊടിച്ചതായിരിക്കും എന്ന് ശിവൻകുട്ടി മിനിസ്റ്റർ പറയുന്നത്. അപ്പോൾ ഇത് CPM എന്ന് തിരുത്തുമോ എന്നൊക്കെ ചോദിച്ചാൽ CPM-നകത്ത് അങ്ങനെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഈ പറഞ്ഞു പോയി ശരിയായിട്ടില്ല. നമ്മൾ ഒരു കാര്യം പറയാൻ ശ്രമിക്കുമ്പോൾ, അതായത് BJPക്ക് പറ്റിയതുപോലെ പറ്റും. അതായത് നിങ്ങൾ മാക്സിമത്തിൽ എല്ലാ വളിപ്പും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറഞ്ഞതിനൊന്നും ഒരു ഗ്രിപ്പും കിട്ടത്തില്ല. CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കെ സുരേന്ദ്രൻ ഫോർമാറ്റിൽ കുറേ ആൾക്കാർ എന്തൊക്കെയോ പറയാണ്, വായി വരുന്നതൊക്കെ പറയാണ്. എന്താ തുപ്പൽ ജിഹാദ് എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു പക്ഷേ AK ബാലൻ അതൊക്കെ പറഞ്ഞേക്കുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കുഴപ്പമെന്ന് ചോദിച്ചാൽ പിന്നെ ആരും വകവയ്ക്കാതാവും. പിന്നെ ആളുകൾക്ക് പുച്ഛമാകും. നമ്മുടെ കേരളത്തിൽ നമ്മൾ പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും സംഗതി പറയണം, നമ്മൾ സീരിയസ് ആയിട്ടുള്ള രാഷ്ട്രീയം പറയണം, വികസനത്തെക്കുറിച്ച് സംസാരിക്കണം. അതൊക്കെ പറയുന്നതിന് പകരം നിങ്ങൾ ഏറ്റവും മോശം ഹേറ്റഡ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആളുകൾക്ക് നിങ്ങളോട് കുറച്ച് കഴിയും പുച്ഛമാവില്ലേ? ആ അഭിപ്രായം പോലും CPM-നകത്തുണ്ട്. പക്ഷേ ഇപ്പോൾ തിരുത്താൻ പോയാലുള്ള പ്രശ്നം ചോദിച്ചാൽ തിരുത്താൻ പോയാൽ അപ്പോൾ അവരാലോചിക്കുന്നത് നമ്മൾ ഇപ്പുറത്തൊരു ഹിന്ദു വിഭാഗത്തെ കൺസോൾഡേറ്റ് ചെയ്യാനാണല്ലോ ഇത് പറയുന്നത്. അപ്പോൾ പറഞ്ഞിട്ട് നമുക്കൊരു തെറ്റ്, മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി നമ്മളിപ്പോൾ സമ്മതിച്ചാൽ അത് ഇപ്പുറത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കൺസോൾട്ടേഷനുള്ള ആൾക്കാർ നമ്മൾ അവരെ പേടിച്ചു പോയി എന്ന് വിചാരിക്കുകയും ചോദിച്ചിട്ടുള്ള ഒരു ലോക്കിലാണ് ഇപ്പോൾ ഉള്ളത്. പറഞ്ഞത് അബദ്ധമായി പോവുകയും കയറിപ്പോവുകയും ചെയ്തു, ലോജിക്കലി തെറ്റായ കാര്യം പറഞ്ഞു. പക്ഷേ തിരുത്തിയാൽ ഇപ്പുറത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കൺസോൾട്ടേഷൻ പാളിപ്പോകുന്നു. ഇവരൊക്കെ എന്താണ് ഹിന്ദു സമുദായത്തെക്കുറിച്ച് വിചാരിച്ചിട്ടുള്ളത്? ഇവരുടെ ഭരണത്തെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്ന് കരുതുക, ആ ഭരണത്തെ മുഴുവൻ നാലുകൾ വർഗീയത പറഞ്ഞാൽ മറച്ചു വെച്ചിട്ടങ്ങ് ജയിച്ചു കളയാം. അത്ര മണ്ണന്മാരാണോ കേരളത്തിലെ ഹിന്ദു സമുദായത്തിലെ മനുഷ്യന്മാർ? അവർ ഈ തദ്ദേശത്തിൽ വോട്ട് ചെയ്ത് എന്താണ് അവരുടെ പൊളിറ്റിക്കൽ കൺവിക്ഷൻ എന്ന് കാണിച്ചെന്ന മനുഷ്യന്മാരല്ലേ? അപ്പോൾ ഇവരെന്താ വിചാരിക്കുന്നത്? നാലുകളുടെ വർഗീയത ഏതെങ്കിലും വെളിവുകെട്ട മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിച്ചാൽ ഈ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായങ്ങളെ മുഴുവൻ, അവരുടെ രാഷ്ട്രീയമായ ബോധ്യത്തെ മുഴുവൻ അങ്ങോട്ട് മറിച്ചിട്ടും മേലെയോടെ പോയി കളയുന്നതാണോ? അങ്ങനെയുള്ള നാടാണോ കേരളം? അങ്ങനെ ഒരു നാടായിരുന്നു കേരളം. അങ്ങനെ ഒരു നാടായിരുന്നു ഇന്ത്യയിലെ കേരളത്തിലെ ഹിന്ദുക്കളെങ്കിൽ എന്നേ ഇവിടെ BJP ഭരിച്ചേനെ. ഏതെല്ലാം തരത്തിലുള്ള മതസാമുദായിക സംഘർഷങ്ങളുടെ തീച്ചൂളയിലൂടെ ഈ രാജ്യം കടന്നു പോയിട്ടും ഈ കേരളം ഇപ്പോഴും മതനിരപേക്ഷമായി നിൽക്കുന്നതും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDF ഒക്കെ ജയിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായാംഗങ്ങളെ നിങ്ങളുടെ തീവ്ര മതവൈകാരികതയ്ക്ക് കിട്ടാത്തതുകൊണ്ടാണ്. നിങ്ങൾ അവരെ ഈ അവസാന നിമിഷം 11-ാം മണിക്കൂർ വന്നിട്ട് ഈ വർത്തമാനം പറഞ്ഞ് കിട്ടും എന്ന് വിചാരിച്ചിരിക്കുകയാണോ? അത് കൊള്ളാലോ, അങ്ങനെ കൊള്ളാലോ കേരളത്തെക്കുറിച്ചുള്ളവരുടെ കാഴ്ചപ്പാട്. CPIM തന്നെ ഈ കാലം അത്ര എടുത്ത പണി എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഇത്രയും കാലം മതനിരപേക്ഷമായിട്ട് നിർത്താൻ, ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ മുഴുവൻ പേരെയും മതനിരപേക്ഷ മനുഷ്യന്മാരാക്കി നിർത്താൻ, അതിലെ ഹിന്ദു സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ മതനിരപേക്ഷ മനുഷ്യന്മാരായി നിർത്താൻ ഈ ആയുസ് മുഴുവൻ പണിയെടുത്ത CPM അവസാനം വന്നിട്ട് ഇല്ല, ഞങ്ങളൊരു ചേഞ്ച് എടുക്കുകയാണ്, ഞങ്ങളോട് വരണമെന്ന് പറഞ്ഞാൽ വരാനിരിക്കുകയാണ് അവർ. അത് പള്ളിയിൽ പോയി പറഞ്ഞാമെന്ന് പറയില്ല അവർ. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ ബോധ്യമുള്ള ഹിന്ദു സമുദായത്തെ നിങ്ങൾ ഇങ്ങനെ തിരിയുമ്പോൾ, നിങ്ങളുടെ മറ്റേ ഏത് മരത്തേക്ക് ഇൻഡിക്കേറ്റർ ഓട്ടോ എടുത്തോട്ട് തരുമല്ലേ, തിരിയാൻ നോക്കിയാൽ അതിൻ്റെ കൂടെ അവരെ കിട്ടുമെന്ന് വ്യാമോഹമാണെന്നാണ് ഞാൻ പറയുക. വ്യാമോഹം, അത്രേ ഉള്ളൂ. ശരി അജ്മൽ സർ, ഈ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ, അതിനുള്ള ന്യായീകരണങ്ങൾ, ഇതൊക്കെ കേരളത്തിന് നല്ലതാണോ? നമ്മൾ ഇന്നലെ സംസാരിച്ചതാണല്ലോ, കേരളത്തെ എങ്ങനെ കത്തിക്കാൻ പോവുകയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത് പറയുന്നവർക്കറിയാം, കേൾക്കുന്ന സാധാരണ ജനങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ഇവിടുത്തെ രസം എന്താണെന്ന് നോക്കുക, ഈ 2019 മുതലാണ് ഈ പറയുന്ന UDF-ലെ വർഗീയ എലമെൻസിനെ കുറിച്ച് CPM, LDF നിരന്തരം പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ്? അവർ SDPI ഉണ്ടെന്നാണ്. അപ്പോൾ ഒരു പൊതു കാഴ്ചപ്പാടിൽ ഏറ്റവും തീവ്രത കൂടിയ വർഗീയത പറയുന്ന ഒരു പാർട്ടിയാണ് SDPI, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ അങ്ങനെ മുന്നിട്ട് വയ്ക്കുകയാണ്. തൊട്ടുടനെ എന്ത് ചെയ്യുന്നു? അതിലേക്ക് കുറച്ച് ഗ്രേഡ് കുറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി അവരുടെ കൂടെയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇനിയിപ്പോൾ അതായിരിക്കും. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി UDF-ൻ്റെ ഒപ്പമാണ്, വെൽഫെയർ പാർട്ടി അതിൻ്റെ ഒപ്പമാണ്, അതുകൊണ്ട് അതിനെ വർഗീയ മുന്നണിയായിട്ട് കാണുന്നു എന്നുള്ളതായിരുന്നു ആ പ്രചാരണം. അവിടെ നിന്നും കടന്നിപ്പോൾ അങ്ങോട്ട് വന്നതാണ് മുസ്ലിം ലീഗിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണോ അല്ലേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഡിബേറ്റ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡിബേറ്റ് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്, അതുകൊണ്ട് UDF വർഗീയ മുന്നണിയാണ്. ഇതാണ് അതിൻ്റെ മൊത്തം നറേറ്റീവ്, വേറൊന്നും അതിലില്ല. അപ്പോൾ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണോ അല്ലയോ എന്ന ചോദ്യത്തിൽ ഈ ക്യാമ്പയിൻ്റെ മുന്നേ ഒടിഞ്ഞു പോകും. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്, അവർ വർഗീയതയാണോ പറയുന്നത്? അങ്ങനെ ഒരു അഭിപ്രായം CPM-നുണ്ടോ? അതാണ് ഒരു ചോദ്യം. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെങ്കിൽ അത് മുൻകാലങ്ങളിൽ LDF, CPM അവരുമായി കൂട്ടുകൂടിയിട്ടുണ്ട്. സപ്തകക്ഷി മുന്നണി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് കൂടിയുള്ള മുന്നണിയായിരുന്നു.
പിന്നീട് ലീഗിൻ്റെ തന്നെ ഒരു ഭാഗമായ അഖിലേന്ത്യാ ലീഗ് CPM-നൊപ്പം നിന്നിട്ടുണ്ട്. ഇപ്പോഴും ലീഗിൻ്റെ തന്നെ ഭാഗമായിരുന്ന INL, മുമ്പുണ്ടായിരുന്ന അതിൽ നിന്ന് പിളർന്നു പോയതാണല്ലോ INL ഇപ്പോഴും ആ മുന്നണിയുടെ ഭാഗമാണ്. അങ്ങനെ അതേ രാഷ്ട്രീയം തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഈ പാർട്ടികളൊക്കെ LDF-മായി സഹകരിച്ചിട്ടുണ്ട്, CPM-നൊപ്പം നിന്നുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ്, അതായത് ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടി വർഗീയമല്ലേ എന്ന് നിഷ്കളങ്കമായി ചോദിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് സൈബർ സ്പേസിൽ കാണാൻ കഴിയും. ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞിട്ട് വോട്ട് തേടുന്ന ഒരു പാർട്ടി വർഗീയ പാർട്ടിയല്ലേ, അല്ലാതെങ്കിൽ പിന്നെ എന്താണ്? ഇത് വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മുസ്ലിം ലീഗ് വർഗീയമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിലേക്ക് പോകേണ്ടി വരും. അന്നത്തെ മുസ്ലിം ലീഗ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അന്നത്തെ മുസ്ലിം ലീഗ് ഉണ്ടാവാനുള്ള കാരണം ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം എല്ലാ വിഭാഗം ജനങ്ങളെ ഒരുമിച്ച് ചേർത്തിയ ഒരു പ്രസ്ഥാനമായിരുന്നു. അതിൽ ന്യൂനപക്ഷങ്ങൾ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു, ന്യൂനപക്ഷങ്ങൾ അവഗണിക്കപ്പെടുന്നു. ഭൂരിപക്ഷ കൾച്ചറൽ നറേറ്റീവാണ് ഈ പറയുന്ന ദേശീയ പ്രസ്ഥാനത്തെ നയിക്കുന്നതെന്നുള്ള ഒരു വിമർശനത്തെ തുടർന്നാണ് മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത് തന്നെ. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഈ അഖിലേന്ത്യാ മുസ്ലിം ലീഗ്, ഇന്ന് കാണുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന മുസ്ലിം ലീഗ് ഉണ്ടാക്കാനുള്ള കാരണം അതുതന്നെയാണ്. അതിൻ്റെ കാരണം നമ്മൾ അറിയാൻ വേണ്ടി വളരെ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. മുസ്ലിം ലീഗ് കേരളത്തിൽ ഇല്ല എന്ന് കരുതുക. മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടിയേ ഇല്ല. പകരം UDF LDF മാത്രമാണുള്ളത്. ഇപ്പോൾ UDF-ൽ കോൺഗ്രസ്സാണ് പ്രധാനപ്പെട്ട പാർട്ടി. മുസ്ലിം ലീഗ് ഇല്ലാത്തൊരു UDF-ൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയിൽ മുസ്ലിം പ്രാതിനിധ്യം എത്ര ഉണ്ടാകും എന്ന് ഊഹിക്കാൻ പറ്റുമോ? ഊഹിക്കാൻ പറ്റുമെങ്കിൽ കോൺഗ്രസ്സിലേക്ക് നോക്കിയാൽ മതി. കോൺഗ്രസ്സിൽ ആ പ്രാതിനിധ്യം ഉണ്ടാവില്ല എപ്പോഴും. അത് കോൺഗ്രസിൻ്റെ ഒരു ഇൻബിൽറ്റ് പ്രശ്നമാണ്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ദേശീയ പാർട്ടിയാണ്. ഈ ദേശീയതയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, നമ്മൾ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോയാലും അവിടുത്തെ ദേശീയ പാർട്ടികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടുത്തെ ദേശീയത എന്ന് പറയുന്നത് ഭൂരിപക്ഷ ദേശീയതയായിരിക്കും. അവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ ആയിരിക്കും അത് റെപ്രസെൻ്റ് ചെയ്യുക ഈ ദേശീയ ധാരകൾ. അവിടെ എന്ത് ചെയ്യും? അവിടെയും ന്യൂനപക്ഷങ്ങൾ സൈഡ് ലൈൻ ചെയ്യപ്പെടും. അത് പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും ഇന്ത്യയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെടും പോലെ സൈഡ് ലൈൻ ചെയ്യപ്പെടും. അപ്പോൾ അതിനുള്ള പരിഹാരം എന്താണെന്നുള്ള ക്വസ്റ്റ്യനാണ് പ്രധാനം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കുക. അപ്പോൾ ശിരോമണി അകാലിദൾ ഒരു സിഖ് ദേശീയ മുന്നണിയാണ്. അത് അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക. സിഖ് വർഗീയ പാർട്ടിയാണ് ശിരോമണി അകാലിദൾ അല്ല. കാരണം അത് അവരുടെ സമുദായത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ഈ പറയുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാകുമ്പോൾ അവർ സ്വയം സംഘടിച്ച് ഐഡൻറ്റിറ്റിയുടെ പേരിൽ തന്നെയാണ്, ഐഡൻറ്റിറ്റിയുടെ പേരിൽ തന്നെ സംഘടിച്ച് അവരെന്ത് ചെയ്യുന്നു? അവർ രാഷ്ട്രീയ പ്രാതിനിധ്യം നേടുന്നതാണ്. സെയിം തന്നെയാണ് മുസ്ലിം ലീഗും. അങ്ങനെ നിരവധി പാർട്ടികൾ നമുക്ക് ഇന്ത്യയിലെമ്പാടും കാണാൻ കഴിയും. മതപരമായി മാത്രമല്ല ജാതീയമായ റെപ്രസെൻറ്റേഷന് വേണ്ടി സ്വയം സംഘടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ ധാരാളമുണ്ട്. കാരണം ഇന്ത്യൻ സാഹചര്യത്തിൽ അത്തരം പാർട്ടികൾ അനിവാര്യമാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന ആളുകളൊക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെടും. നമ്മൾ പറയുന്ന ഈ വിശാലമായ ദേശീയത എന്ന ഗ്രാൻഡ് നറേഷനിൽ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾ, ഭാഷാ ന്യൂനപക്ഷങ്ങളാകട്ടെ, മതന്യൂനപക്ഷങ്ങളാകട്ടെ, സാംസ്കാരികമായ ന്യൂനപക്ഷങ്ങളാകട്ടെ, കൾച്ചറൽ ന്യൂനപക്ഷങ്ങൾ, അതുപോലെ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ, ഇതെല്ലാം സൈഡ് ലൈൻ ചെയ്യപ്പെടും. അതാണ് ഇന്ത്യയുടെ അനുഭവം. അപ്പോൾ അത് മറികടക്കാൻ അതത് സമുദായങ്ങൾ സ്വയം കണ്ടുപിടിച്ച വഴിയാണ് സ്വയമായ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ച് റെപ്രസെൻറ്റേഷൻ ആവശ്യപ്പെടുക, റെപ്രസെൻറ്റേഷൻ നേടിയെടുക്കുക എന്നുള്ളത്. ഇനി മറുവശത്ത് അതിൻ്റെ ഒരു വഴിയുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ച്, സെക്യുലർ പാർട്ടികളെ സംബന്ധിച്ചുള്ള ഒരു വഴി എന്താണ്? ഇതാണ് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ എന്താണ് ഐഡൻറ്റിറ്റിയോ മതമോ ജാതിയോ സമുദായമോ ഒന്നും നോക്കാതെ എന്ത് ചെയ്യുക? രാഷ്ട്രീയം പറയുക. രാഷ്ട്രീയം അങ്ങനെയുള്ള പാർട്ടിയുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിൽ അവാമി ലീഗ് അത്തരത്തിലൊരു പാർട്ടിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇടതുപക്ഷം എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു ന്യൂനപക്ഷങ്ങൾ അപ്പീസ് ചെയ്യുന്നതിന് പകരം എല്ലാവരെയും എന്ത് ചെയ്യുന്നു? ഒരുമിപ്പിച്ച് നിർത്തി തെരഞ്ഞെടുപ്പിൽ നേരിടുന്നു. അപ്പോഴും ഈ പറയുന്ന റെപ്രസെൻറ്റേഷൻ പാലിക്കപ്പെടുമോ? ബോധപൂർവ്വം അതിൽ ഇടപെട്ടില്ല, അത് പാലിക്കപ്പെടില്ല. അവർ സൈഡ് ലൈൻ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത്തരം പ്രശ്നങ്ങളുണ്ടാവും. അത് പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതൊരു മുന്നണി സംവിധാനം ജനാധിപത്യപരമായി കൊണ്ടുപോകുമ്പോഴാണ്. LDF അത് പലപ്പോഴും സാധിക്കുന്നുണ്ട്. LDF അത്തരം സമുദായങ്ങളെ നോക്കി എന്ത് ചെയ്യുന്നു? സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. അതൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ അത് നടക്കൂ. അതല്ലാത്ത പക്ഷേ സൈഡ് ലൈൻ ചെയ്യപ്പെടും. ന്യൂനപക്ഷ താല്പര്യങ്ങൾ ഹനിക്കപ്പെടും പലപ്പോഴും. അപ്പോൾ മുന്നോക്ക സംവരണം തന്നെ എടുക്കുക. മുന്നോക്ക സംവരണത്തിന് കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ, OBC കമ്മ്യൂണിറ്റികൾ എല്ലാവരും എതിരായിരുന്നു. പക്ഷേ ഈ OBC കമ്മ്യൂണിറ്റികൾക്ക് പ്രാതിനിധ്യമുള്ള LDF-ന് അവരെ സംബന്ധിച്ച് അവരുടെ എതിർപ്പ് പ്രശ്നമേ ആയിരുന്നില്ല. എങ്ങനെയാണ് പ്രശ്നമല്ലാതാവുന്നത്? അവരുടെ നമ്പർ ഇല്ലാത്തതുകൊണ്ടോ അവരുടെ ആളുകൾ ഈ മുന്നണിയിൽ ഇല്ലാത്തതുകൊണ്ടോ അല്ല. ഒരു പൊതു നറേറ്റീവ് എന്ത് ചെയ്യപ്പെടുന്നു? ഈ പറയുന്ന ഒരു ഭൂരിപക്ഷ ദേശീയതയിൽ സെറ്റ് ചെയ്യപ്പെടുന്നു. അതിന് ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം ആ ഭൂരിപക്ഷ ദേശീയതയ്ക്കാണ് എപ്പോഴും ആധിപത്യം. അപ്പോൾ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൽ ഒരു മതത്തിൻ്റെ പേരുണ്ട്, ഒരു കമ്മ്യൂണിറ്റിയുടെ പേരുണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ രാഷ്ട്രീയമാണ്, ഐഡൻറ്റിറ്റി പൊളിറ്റിക്സാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ അവർ വർഗീയത പറയുന്നുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ അവർ ആർക്കും എതിരെയും ഒന്നും സംസാരിക്കുന്നില്ല. മറ്റൊരു കമ്മ്യൂണിറ്റിക്കെതിരെ എല്ലാവരും സംസാരിക്കുന്നത്, ആ കമ്മ്യൂണിറ്റിയുടെ അവകാശത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് മുസ്ലിം സമുദായം അവഗണിക്കപ്പെട്ടു. ഇനി UDF അധികാരത്തിൽ വന്നാൽ ആ സമുദായത്തിന് വേണ്ട അവകാശങ്ങൾ നേടിയെടുക്കണമെന്ന് KM ഷാജി പ്രസംഗിക്കുന്നത് വർഗീയമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഈ വർഗീയത എന്ന വാക്കിന് തന്നെ മലയാളത്തിൻ്റെ
ചരിത്രപരമായ വേറെ പ്രശ്നം കൂടിയുണ്ട്. ഈ വർഗീയത എന്ന് പറഞ്ഞ നെഗറ്റീവ് ടോണിലല്ല മലയാളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ SNDPയുടെ ചില ലിറ്ററേച്ചറുകളിൽ വർഗീയമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പ്രക്ഷോഭം നടത്തുന്നവർ പണ്ട് പറഞ്ഞിട്ടുണ്ട് 60കളിൽ. ഈ വർഗീയത എന്ന വാക്ക് ഒരു പൊതു യൂസേജായി വരുന്നത് തന്നെ സമുദായങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോഴാണ് അതിനെ വർഗീയത എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സമുദായങ്ങൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നത് വർഗീയതയല്ല, അത് സാമുദായികതയാണ്, അവരുടെ ആവശ്യം പറയാൻ വേണ്ടിയാണ്. അതല്ലാതെ മറ്റെങ്ങനെയാണ് ഉപയോഗിക്കുക? ഞങ്ങൾ ഈ ഐഡൻറ്റിറ്റിയിൽപ്പെട്ട ഒരു സമുദായമാണ്, ഞങ്ങൾക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, ജനാധിപത്യ സർക്കാരുകൾ ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്നതിനെ വർഗീയത എന്ന് വിളിച്ചാൽ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ എല്ലാ സംഘടനകളെയും വർഗീയത എന്ന് വിളിക്കേണ്ടി വരും. അപ്പോൾ എന്താണ് വർഗീയത, എന്താണ് സാമുദായികത, എന്താണ് ഫാഷിസം എങ്ങനെയാണ് വർഗീയതയെ ഉപയോഗപ്പെടുത്തുന്നത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ക്ലാരിറ്റിയുള്ള രാഷ്ട്രീയം പറയാൻ ഇടതുപക്ഷം ശ്രമിക്കണം. അവർക്ക് അത് അറിയാഞ്ഞിട്ടല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അത് കൃത്യമായിട്ട് അറിയാം. എന്താണ് ഫാഷിസം എന്നും, എന്താണ് വർഗീയത എന്നും, എന്താണ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്നും, എന്താണ് സാമുദായികത എന്നും ഇടതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് നന്നായി അറിയാം. പക്ഷേ അത് അറിഞ്ഞു തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്? മുസ്ലിം ലീഗിനെ വർഗീയവാദികളെന്ന് വിളിക്കുന്നത്. അത് അവർ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾക്കും വിരുദ്ധമാണ്, അവരുടെ തന്നെ രാഷ്ട്രീയത്തെ റദ്ദാക്കുന്നതുമാണ്. തീർച്ചയായും അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.